അപകടക്കെണിയൊരുക്കി കക്കാടംപൊയിലിലെ ഫോഗി ലാൻഡ് അഡ്വഞ്ചർ പാർക്കിലെ സിപ്പ് ലൈനിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങുന്നത് സ്ഥിരം കാഴ്ച. ഇന്നലെയുണ്ടായ ഇടിയിലും മിന്നലിലും സിപ്പ് ലൈനിൽ 2 പേർ കുടുങ്ങി. സഞ്ചാരികളെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് സ്വർണം കവർന്നു. മോഷണം നടന്നത് കോട്ടപ്പുറം സ്വദേശി തോപ്പിൽ ആനന്ദന്റെ വീട്ടിൽ. നഷ്ടപ്പെട്ടത് 5 പവൻ തൂക്കമുള്ള സ്വർണമാല. അന്വേഷണം ആരംഭിച്ച് കൊടുങ്ങല്ലൂർ പോലീസ്. ആലപ്പുഴ മുണ്ടൻകാവ് ഗവൺമെന്റ് JBS സ്കൂളിലെ പ്രവേശനോത്സവം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ മധുരം നൽകിയാണ് വിദ്യാലയത്തിലേക്ക് വരവേറ്റത്. ചടങ്ങിൽ പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭാതല പ്രവേശനോത്സവം ഗവൺമെന്റ് LPS സ്കൂളിൽ മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. പുതുതായി സ്കൂളിലെത്തിയ കുട്ടികളെ മന്ത്രി ബാഗും കുടയും നൽകി സ്വീകരിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പരിപാടികൾ ആരംഭിച്ചത് കുട്ടികൾ അണിനിരന്ന റാലിയോടുകൂടി. ആഘോഷ പരിപാടികൾ കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജവഹർ ബാലവിഹാർ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി 7ാം വർഷവും നടത്തിവരുന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് സമാപനം. ക്യാമ്പിൽ പങ്കെടുത്ത 105 അംഗങ്ങൾക്ക് സൗജന്യ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. കിറ്റ് വിതരണവും അനുമോദന യോഗവും അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ഓർമ്മപ്പൂക്കൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SNGS സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബാഗും പുസ്തകവും വിതരണം ചെയ്തു. സ്കൂൾ അങ്കണത്തിലായിരുന്നു ചടങ്ങ്. തൃശൂരിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചത് കരുവന്നൂർ എട്ടുമന സ്വദേശി ശ്രീമോൻ. കഴിഞ്ഞ ദിവസം ശ്രീമോനെ ബന്ധുവീട്ടിൽ നിന്ന് കാണാതായിരുന്നു. കടലിൽ വെള്ളം കയറിയ ബോട്ടിനെയും 11 തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് കരക്കെത്തിച്ചു. കൊല്ലം നീണ്ടകരയിൽ നിന്നും പോയ സെന്റ് പീറ്റേഴ്സ് ബോട്ടിനെയാണ് രക്ഷപ്പെടുത്തിയത്. ഇന്ന് പുലർച്ചെ കടലിൽ വെച്ച് വെള്ളം കയറുകയായിരുന്നു. ബോട്ട് കായംകുളം ഹാർബറിലെത്തിച്ചു. പാലക്കാട് മംഗലം ഡാം കടപ്പാറയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി. വെള്ളച്ചാട്ടം കാണാനെത്തിയ വടക്കാഞ്ചേരി സ്വദേശികളാണ് കടക്കപ്പാറയിൽ കുടുങ്ങിയത്. കനത്ത മഴയിൽ പോത്തൻതോട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് യുവാക്കൾ കടക്കപ്പാറയിൽ അകപ്പെടുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. മലപ്പുറം ഊർക്കടവ് പുഴയിൽ ചാടിയാളുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് പാറക്കെട്ടിന് സമീപത്ത് നിന്ന്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കാണാതായത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് സ്വർണ്ണമാല കവർന്ന കേസിൽ 2 പേർ പിടിയിലായത് കുവളശ്ശേരി സ്വദേശി വിനീത്, കിളിമാനൂർ സ്വദേശി ജ്യോതി വിജയകുമാർ എന്നിവർ. 10 ദിവസം മുൻപാണ് ബൈക്കിലെത്തിയ ഇരുവരും കോഴോട് സ്വദേശി സജിലകുമാരിയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടത്. തൃശൂർ കല്ലൂരിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചത് മാവിൻ ചുവട് സ്വദേശി ദേവദാസിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് ചിതലിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം. തമിഴ്നാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ലോറിയും ബാംഗ്ലൂരിൽ നിന്ന് വരികയായിരുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ലോറി തലകീഴായി മറിഞ്ഞു. സ്വകാര്യ ബസിന്റെ മുൻവശം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരുവല്ലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് വള്ളംകുളം സ്വദേശികളായ സോമൻ, സോമോഷ് എന്നിവർ. പ്രതികളുടെ കടയിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു.